ഹായ് എവ്രിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ആലി എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിൽ എത്താൻ വന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നവരാണ്. വെൽക്കം. ആദ്യം തന്നെ നമുക്ക് വേണ്ടിയിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് മനോജ് എന്നാണ്. കോട്ടയം ജില്ലയിൽ പൂഞ്ഞാറാണ് എന്റെ സ്ഥലം. ഞാൻ കുറച്ച് 13ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതില് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു കോമഡി ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമയിൽ ഞാൻ എത്തുന്നത്. വളരെ പ്രതീക്ഷയോടെ തന്നെ നമ്മളതിനെ സമീപിക്കുകയും നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എനിക്ക്. ഇനി ബാക്കിയൊക്കെ പ്രഷറാണ് ഞാൻ വിലയിരുത്തുന്നത്. ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയുമോ? ക്യാരക്ടറിനെ പറ്റി നല്ലൊരു കഥാപാത്രമാണ്. ബാക്കിയൊക്കെ സ്ക്രീനിൽ കൂടുതൽ പറയാൻ പറ്റാത്ത കൂടുതൽ പറയാൻ പറ്റും. എന്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് എന്റെ സ്ഥലം. ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളെ ചില സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതില് നായകന്റെ കൂട്ടുകാരനായിട്ട് ഇവിടെ ഉള്ള സീനില് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വൈ എന്നൊരു സിനിമയില് ചെറിയൊരു വേഷം ചെയ്യുന്നു. വൈ അലൻസിയർ കമ്മട്ടിപ്പാടത്തിലെ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇതിലാണ് ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് ഫിലിം സനൽകുമാർ ശശിധരൻ പുള്ളിയുടെ സിനിമയിലൊക്കെ പോലീസ് വേഷം ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതില് നല്ലൊരു ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു ടെൻഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയ സിനിമയായിരുന്നു. മൊത്തം നമ്മുടെ കണങ്കാവിലുള്ള ലൊക്കേഷനിലാണ് കൂടുതലും. ആ ലൊക്കേഷൻ തന്നെയാണ് ഈ സിനിമയിലുള്ള ഒരു ലൊക്കേഷനും വരുന്നത്. എങ്ങനെ ഈ സിനിമയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത്? ലൈക്ക് ഈ ഒരു ക്യാരക്ടറിൽ വരുന്നത് ക്യാരക്ടർ ഇത് നമ്മളെ കൃഷ്ണ പേഴ്സൺ വേണം. നമ്മളെ ജസ്റ്റ് കണ്ടപ്പോ പറഞ്ഞെങ്കിൽ വേഷമുണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചതുപോലെ ചെയ്യാൻ എനിക്ക് പറ്റുമോ ഞാൻ ചോദിച്ചു. വലിയൊരു വേഷം, എനിക്ക് വലിയ വേഷമാണ്, വലിയ വേഷമാണ്. ഞാൻ അതായത് ഈ കേരളത്തിലുള്ളതിൽ ഉള്ള വേഷത്തില് നായകന്റെ കൂട്ടുകാരനായിട്ട് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അബുദാബിയിലാണ് ബാക്കി ഷൂട്ട്. അപ്പം ഞാൻ മാഡത്തിന് ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ചെയ്യാൻ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുള്ളൂ, അപ്പം ധൈര്യമായിട്ട് ചെയ്തെന്ന് പറയാം. അങ്ങനെ മാഡത്തിനെ സെലക്ട് ചെയ്ത് അങ്ങനെ എടുത്തതാണ്. ഈ ക്യാരക്ടറിലേക്ക് വരുന്നത് എന്നോട് ആദ്യം എന്റെ ഒരു ആത്മസുഹൃത്താണ് ഡോക്ടർ രജിത് കുമാർ സാറ്. പുള്ളിക്കാരനാണ് പറഞ്ഞ ഈ സിനിമയ്ക്കകത്ത് ഒരു സീനുണ്ട് എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു. ഒരു സീനെങ്കിൽ ഒരു സീൻ. എന്നെ സംബന്ധിച്ച് സിനിമയുടെ സ്ക്രീനിന്റെ എണ്ണം നോക്കുന്നില്ല. ഒരു സീനെങ്കിൽ ഒരു സീൻ. ഞാൻ ആ ഒരു സീൻ ചെയ്യാൻ വേണ്ടി അവിടെ വന്നതാണ്. അവിടെ വന്ന് കുറച്ച് ദിവസം 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മാഡം മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കഥാപാത്രമായിട്ട് എനിക്ക് സാമ്യം ഉണ്ടെന്ന് തോന്നുമോ? എങ്ങനെയോ ആ ഒരു സീൻ ചെയ്താൽ ഞാൻ മുന്നോട്ട് തുടർന്ന് ബാക്കിയുള്ള സീനിലെത്തി. അത് മാഡത്തിന്റെ സപ്പോർട്ടാണ് എനിക്ക് അതിനകത്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഈ മൂവി ആണെങ്കിലും കുറെ റൊമാൻറ്റിക് മൂവിയാണോ അതോ ഫാമിലി ആണോ? ഏത് ജോണറിൽ പെടുന്ന മൂവിയാണ്? റൊമാൻറ്റിക്കും ഫാമിലി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ഇതില് കുറച്ച് ലവ് സീനും എല്ലാം ഇതിലുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ആണെന്ന് വെച്ചാൽ ഫാമിലി ഒരു ചിത്രം കൂടെയാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ലൊരു എന്റർടൈൻമെന്റ് സിനിമയാണ്. നമ്മുടെ ലൊക്കേഷൻ ഈ തമിഴ്നാട് മരുത്വാമല എന്ന് പറയുന്ന അവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കണങ്കാവിൽ സിനിമ ഇറങ്ങി ആ ഒരു ഇത് വെച്ച് പറയാനേ പറ്റുള്ളൂ. കാരണം ആ ലൊക്കേഷനിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് കോമ്പിനേഷൻ ഒരു കല്യാണത്തിന്റെ ഒരു സീനിലുണ്ടായെന്ന് തോന്നുന്നു. കൈലാഷമായിട്ടുള്ള ഒരു സീനിലുണ്ടായെന്ന് തോന്നുന്നു. കൈലാഷമായിട്ടുള്ള ഒരു സീനിൽ നമ്മളെല്ലാവരും ഉണ്ടായി. കൈലാഷേട്ടൻ നല്ല കമ്പനിയാണ്. പുള്ളി നല്ല കൃഷ്ണപ്രസാദാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പുള്ളിയാണ് അത്രയും സീന് പുള്ളി പറഞ്ഞു തന്നു. അഭിനയത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. നമുക്ക് ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു അതിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ രജിത് സാറ്, പിന്നെ മാഡം ടെൻഷൻ ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതെ, അപ്പൊ ഒരു നിങ്ങൾ മുന്നേ ചെയ്ത ക്യാരക്ടേഴ്സ് നല്ല ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഈ ആലി എന്ന് പറയുന്ന മൂവിത്തെ ക്യാരക്ടർ പിന്നെ ചെയ്ത കാര്യം നല്ല കുറച്ചുകൂടെ വേഷമാണ് ഇതിൽ തന്നേക്കുന്നത്. കുറച്ചുകൂടെ കുറച്ച് റോള് കൂടുതലുള്ള സീൻ കൂടുതലുള്ള
മറ്റാണെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നുള്ളത്. ഇപ്പം ജസ്റ്റ് നിന്ന് ഉള്ള ഒരു ഒരാളുടെ സംസാരിക്കാത്ത അത്രയൊക്കെയുള്ള ചെറിയ വേഷമാണ്. പക്ഷെ ഇത് നല്ലൊരു വേഷമാണ്. ഞാന് വേറെ ഒരു മൂവി പാഞ്ചാലി എന്ന് പറഞ്ഞ് ചെയ്തത് 2 വേഷമാണ്. ഒരു 60 വയസ്സുകാരനായിട്ട് 30 വയസ്സുകാരനായിട്ടുള്ള നല്ലൊരു റിലീസ് ആയിട്ടില്ല അപ്പം. പിന്നെ കനി എന്ന് പറയുന്ന ഒരു മൂവിയില് ഒരു വില്ലനാണ്. അതും ഈ പറഞ്ഞ പോലെ വളരെ പ്രതീക്ഷ ഉള്ള പടങ്ങളായിരുന്നു ഈ 3 പടങ്ങൾ. ഇതിനകത്ത് വ്യത്യസ്തം എന്ന് പറഞ്ഞാല് ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന കോമഡി എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇതിനകത്ത്. പക്ഷെ എന്തോ ഞാൻ തോന്നുന്നപ്പോ ഡയറക്ടർ നല്ല സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ടിന്റെ ഇതിലാണ് ചെയ്തു പോയത്. അപ്പൊ നമ്മുടെ മൂവി ഈ മാസം August 14 റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്? എല്ലാരും തിയേറ്ററിൽ പോയി കാണും. കാരണം ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയാണ്. ബോറടിക്കത്തില്ല. എന്തായാലും ബോറടിക്കാനുള്ളൊരു ചാൻസ് ഇല്ല. നല്ലൊരു ഫാമിലി എല്ലാം കൂടെ മിക്സ് ആയ ഒരു സിനിമയാണ്. ഒരു കുടുംബം എത്ര വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ആരും മിസ്സാക്കരുത്. എല്ലാവരും പോയി തിയേറ്ററിൽ കാണണം. ഞങ്ങളെ പോലെ വളർന്നു വരുന്ന പുതുകൂട്ടൻ കലാകാരന്മാരും സീനിയറായ ആർട്ടിസ്റ്റുകളും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റാകട്ടെ. നിങ്ങൾക്കും വളരെ താങ്ക് യു സോ മച്ച്.